ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡെമോ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാനിത് ഈ ചെറിയ സ്പേസിലിട്ട് കാറ് നിങ്ങളെ തിരിച്ച് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, റോഡ് ക്രോസ് ആയിട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പം ഞാൻ ആ ഇമേജിൽ നിങ്ങളെ വരച്ച് തന്നതുപോലെ തന്നെ റോഡിൽ ഇപ്പോൾ ക്രോസ് ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാർ ഡ്രൈവിങ്ങിൽ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് പല ആൾക്കാർക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് കാർ തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് ചെറിയ സ്പേസിലാണെങ്കിലും കുറച്ച് വീതി കൂടിയ നല്ല സ്പേസിലാണെങ്കിലും സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് കാർ എങ്ങനെ ശരിയായ രീതിയിൽ തിരിക്കാമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. പ്രത്യേകിച്ചും ടയറിൻ്റെ പൊസിഷൻ നമുക്ക് സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് ഒരു കാർ തിരിക്കാം. അത് നമുക്ക് ചെറിയ സ്പേസിലും അത്യാവശ്യം വീതി കൂടിയ വലിയ സ്പേസിലും എങ്ങനെ കാർ തിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് ഞാൻ രണ്ട് തരത്തിലുള്ള റോഡിൽ, വീതി കൂടിയ റോഡിലും വീതി കുറഞ്ഞ റോഡിലും നിങ്ങളെ കാർ തിരിച്ച് കാണിച്ചു തരാം, സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് തന്നെ. അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ഏത് റോഡിലും ഏത് ചെറിയ സ്പേസിലായിക്കോട്ടെ വലിയ സ്പേസിലായിക്കോട്ടെ ഏതൊരവസ്ഥയിലായിക്കോട്ടെ നിങ്ങളുടെ വണ്ടി കിടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് തന്നെ ഒരു വണ്ടി തിരിച്ചെടുക്കാനായിട്ടുള്ള ഐഡിയകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരാനായിട്ടുള്ള ഒന്ന് രണ്ട് എളുപ്പ മാർഗ്ഗങ്ങൾ നിങ്ങളെ ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് വണ്ടി തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോയി തിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടി പോകുന്നത് എപ്പോഴും ഒരു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും. അപ്പോൾ തിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു സ്പേസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ചെറിയ സ്പേസിലാണെങ്കിൽ ഇതിപ്പോൾ റോഡായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇങ്ങനെ വന്ന് നമ്മൾ റോഡിൽ തിരിക്കാനായിട്ട് വരുന്നു. ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്ന സമയത്ത് നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്നിട്ട് വേണം നമ്മൾ വണ്ടി തിരിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിക്കുന്ന സമയത്ത് വലത്തേ സൈഡിലേക്ക് തിരിയണം. അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ വലത്തേ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് വേണം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട്. ചെറിയ സ്പേസിലാണെങ്കിൽ നമുക്ക് ഒറ്റ തിരിവിന് വണ്ടി തിരിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക, അതിനുശേഷം ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുക. അതായത് നമ്മൾ മാക്സിമം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ട് ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. വന്നാലുടൻ തന്നെ ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ഇപ്പം നമ്മൾ ചെറിയ റോഡാണെങ്കിൽ സ്റ്റിയറിംഗ് ഫുൾ റൊട്ടേറ്റ് ചെയ്യണം വലത്തെ സൈഡിലേക്ക്. അതായത് ഇപ്പം ഞാൻ നിങ്ങളെ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വരുന്നു. ഈ ഒരു സൈഡിലേക്ക് വന്ന് ഇങ്ങനെ നമ്മൾ മാക്സിമം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേരുന്നു. അതിനുശേഷം നമ്മൾ ഈ ചെറിയ സ്പേസിലിട്ടാണ് തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞല്ലോ. തിരിഞ്ഞ് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വണ്ടിയെ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ടേൺ എടുക്കുക. ടേൺ എടുത്ത് വന്നു കഴിഞ്ഞാലും വണ്ടി തിരിഞ്ഞ് കിട്ടത്തില്ല. തിരിഞ്ഞ് കിട്ടാത്ത ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കണം. അപ്പം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് റോഡിൻ്റെ വലത്തെ സൈഡിലേക്ക് വരുന്നു. ആ ഒരു ടൈമിൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് തിരിയണം. കാരണം നമ്മളിത് ഇങ്ങനെ പോകുന്ന റോഡിൽ ഈ ഒരു സൈഡിലേക്കാണ് തിരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പിന്നെ അവിടുന്ന് നേരെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി പിന്നെ നമുക്ക് അവിടെ തിരിഞ്ഞു കിട്ടാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നാലുടൻ തന്നെ പിന്നീട് സ്റ്റിയറിംഗ് നമ്മൾ റോഡിൻ്റെ എൻഡിൽ വന്നാലുടൻ തന്നെ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഫുൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മളെ വണ്ടിയുടെ ഇടത്തെ ടയർ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിവിടെ വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വന്ന് നിൽക്കുന്നു. ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഇവിടെ ഇങ്ങനെ ഈ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുമ്പോൾ ഇവിടുന്ന് വണ്ടി നേരെ ബാക്കിലേക്ക് ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു ഭാഗം കൂടി യൂസ് ചെയ്ത് വണ്ടി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്ന് വണ്ടി ബാക്ക് സൈഡ് റോഡിൻ്റെ ഈ ഇടത്തെ ഭാഗത്തെ എൻഡിലേക്ക് വന്നു എന്ന് കരുതി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. അതായത് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക്
സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന വണ്ടി ബാക്ക് സൈഡ് ഇവിടെ വരുന്നു. അതിനുശേഷം വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം നമുക്കിത് ഈ റോഡിൻ്റെ ചെറിയ സ്പേസ് ഉള്ള റോഡാണെങ്കിലും ആ റോഡിൻ്റെ നടുക്ക് വരാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇത് ഇങ്ങനെ തിരിഞ്ഞ് വരാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡെമോ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാനിത് ഈ ചെറിയ സ്പേസിലിട്ട് കാറ് നിങ്ങളെ തിരിച്ച് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുന്നു. ഇനി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി വരികയാണ്. നിങ്ങൾ നോക്കുക, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി വരുന്നു. ഓക്കെ, ഈ ചെറിയ സ്പേസിലാണ് തിരിക്കുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് ഒത്തിരി സ്പേസ് ഇല്ല വണ്ടി തിരിഞ്ഞു വരാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് വരുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സ്റ്റിയറിംഗ് ഞാൻ പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. കാരണം ഇവിടെ നമുക്ക് സ്പേസ് കുറവാണ്, തിരിച്ചു വരാനായിട്ടുള്ള ഇടയില്ല. പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഞാനിത് വലത്തെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ആക്സിലറേഷൻ കൊടുത്തതേ നമ്മളിത് ഈ റോഡിൻ്റെ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് വരുവാണ്. നിങ്ങൾ നോക്കുക, റോഡിൻ്റെ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കയറി. ഇനി നമുക്ക് ഇവിടെ ഇട്ട് വണ്ടി ഇത് യു ടേൺ എടുക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ വലത്തെ സൈഡിലേക്ക് വന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, റോഡ് ക്രോസ് ആയിട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പം ഞാൻ ആ ഇമേജിൽ നിങ്ങളെ വരച്ച് തന്നതുപോലെ തന്നെ റോഡിൽ ഇപ്പോൾ ക്രോസ് ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇടത്തെ സൈഡിലേക്ക് തിരിച്ച് സ്റ്റിയറിംഗ് ലോക്ക് ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇപ്പം വണ്ടി ഇങ്ങനെ റോഡ് ക്രോസ് ആയിട്ട് കിടക്കുന്ന വണ്ടി ഞാൻ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് തിരിച്ച് റിവേഴ്സ് ഗിയർ കൊടുക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും പോകും. നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിച്ച് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് വണ്ടി ഇങ്ങനെ എടുക്കുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മളുടെ വണ്ടി ക്ലിയർ ആയിട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക, വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുക. നമുക്ക് വലത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത്. പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുത്ത് റോഡിൽ തിരിഞ്ഞാലുടൻ തന്നെ സ്റ്റിയറിംഗ് 1.5 റൗണ്ട് നേരെയാക്കി കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മുടെ വണ്ടി ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് ചെറിയ സ്പേസിൽ തിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി അത്യാവശ്യം വീതി കൂടിയ സ്പേസിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വീതി കൂടിയ സ്പേസിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് കഴിയും. കാരണം നിങ്ങൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്ന് വരിക. ചേർന്ന് വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ യു ടേൺ ആയിട്ട് വണ്ടി വട്ടം കറങ്ങി എടുക്കാനായിട്ട് കഴിയും. കാരണം സ്പേസ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഒറ്റ തിരിവിന് തന്നെ നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്ന് വണ്ടി എടുക്കാനായിട്ട് കഴിയും. അത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ നോക്കുക. ഓക്കെ, അതായത് നമുക്ക് അത്യാവശ്യം വീതി കൂടിയ റോഡായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് നോക്കുക, ഞാനൊരു റോഡാണ് നിങ്ങളെ വരച്ച് കാണിക്കുന്നത്. ഈ റോഡിൽ അത്യാവശ്യം വീതി കൂടുതലാണ്. നമ്മൾ ഇത്രയും വീതിയുണ്ട്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചെറിയ വണ്ടിയാണ്. ഓക്കെ, നമ്മൾ വീതി കൂടിയ റോഡിൽ വരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്ന് നമ്മളിത് ഈ ഒരു ഭാഗം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ചേരുകയാണ്. ഇവിടെ ചേർന്നു നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്ത് മാക്സിമം ചേർന്നു. ഓക്കെ, അതിനുശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നു, വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വണ്ടി തിരിഞ്ഞു വരാൻ കഴിയും. തിരിഞ്ഞു വന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഏകദേശം ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗം നേരെയായിട്ട് വരുമ്പോൾ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്കിത് നേരെ ഈസി ആയിട്ട് തിരിച്ച് ഈ തിരിഞ്ഞ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി വരികയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് യു ടേൺ എടുത്ത് പോകാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കിക്കേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു യു ടേൺ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ചെറിയ സ്പേസിലാണ് കാർ തിരിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് വണ്ടി റൈറ്റ് തിരിച്ച് അതിനുശേഷം വണ്ടിയുടെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് വീണ്ടും ഒരു തിരിവും കൂടെ തിരിച്ചാലേ നമുക്ക് വണ്ടി തിരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 3 തിരിവ് തിരിക്കേണ്ടി വരും. എന്നാൽ സ്പേസ് കൂടുതലാണെങ്കിൽ, നമുക്ക് വീതി കൂടിയ റോഡാണെങ്കിൽ അവിടെ നമുക്ക് ഒറ്റ തിരിവിന് യു ടേൺ എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കൊരു വണ്ടി സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് തിരിക്കാനായിട്ടുള്ള ചില എളുപ്പവഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.